ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं सप्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता शिविशाखान्वितंश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यश्च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने। नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्णा हरि ओम तत्सत्। എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് രണ്ടാമത്തെ അധ്യായം 71ാമത്തെ ശ്ലോകം മുതൽക്കാണ്. അപ്പൊ നമ്മള് ഭഗവത്ഗീത വായിക്കുന്നതിന് മുമ്പേ, ഭാഗവതം വായിക്കുന്നതിന് മുമ്പേ അങ്ങനെ ഈ കാര്യങ്ങളെ ചെയ്യുന്നത് നമ്മൾ മംഗളാചരണം ചെയ്യാറുണ്ട് അല്ലെ. മംഗളാചരണം നമ്മൾ ഗുരുജനങ്ങളുടെയും ആചാര്യന്മാരുടെയും ഒക്കെ നമ്മുടെ ഭഗവാന്റെയും എല്ലാവരുടെയും ആ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മംഗളാചരണം ചെല്ലുന്നത്. ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് സമയം ഉണ്ടായിരിക്കില്ല, അപ്പൊ ഈ ലെങ്തി ആയിട്ടുള്ള മംഗളാചരണം ചെല്ലാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മള് ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമോ അതെങ്കിലും ചൊല്ലിട്ട് വേണം തുടങ്ങാൻ. ഒന്നും ചൊല്ലാതെ, അതായത് മംഗള ആചരണം, മംഗളം, ഓസ്പീഷ്യസ്നെസ് അത് ഇൻവോക്ക് ചെയ്യാണ് ചെയ്തത്. ഗുരുജനങ്ങളുടെയും ആചാര്യന്മാരുടെയും ഭഗവാന്റെയും ആ അനുഗ്രഹമില്ലാണ്ട് നമുക്കൊന്നും, നമ്മളല്ല സംസാരിക്കുന്നത്, നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ കഴിവാണ്, നമ്മളുടെ ബുദ്ധിയാണ്. അല്ല, അവരുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നെങ്കിൽ അത് പറയാൻ പറ്റുന്നത്. അപ്പൊ അവരുടെ അനുഗ്രഹത്തിന്റെ, അവരുടെ ആശീർവാദത്തോടു കൂടി വേണം നമ്മൾ എന്തൊരു സ്പിരിച്വൽ കാര്യങ്ങൾ തുടങ്ങും. അപ്പൊ ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമോ എന്ന് പറഞ്ഞാൽ ഗുരുവേ. അപ്പൊ അതിൽ ഗുരുജനങ്ങളെല്ലാം വന്നു, നമ്മൾ ഗുരുവിനെ വന്ദിക്കുകയാണ്, നമസ്കരിക്കുകയാണ്. ഗൗരചന്ദ്രായ, ഏതാണ് ആരാണ് ഗൗര? ഗൗരാംഗ ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു എന്നും എന്തുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു? ചൈതന്യ മഹാപ്രഭു ഈ കലികാലെ നാമരൂപേ കൃഷ്ണ അവതാരം എന്ന് പറഞ്ഞിരിക്കുന്നത്. കലികാലത്തില് കൃഷ്ണൻ അവതരിക്കുന്നത് നാമരൂപത്തിലാണ്, സൗണ്ട് വൈബ്രേഷനിലാണ്, ശബ്ദബ്രഹ്മൻ അല്ലെ. അപ്പോ ആ ചൈതന്യ മഹാപ്രഭുവിനെ നമ്മൾ കഴിഞ്ഞ ചൈതന്യ മഹാപ്രഭു കാരണം നമുക്ക് ഈ നാമസങ്കീർത്തനത്തിന്റെ ആ ഒരു പ്രോസസ്സ്, ആ യജ്ഞം നമുക്ക് മനസ്സിലാക്കി തന്നത്. നമുക്കറിയാം, പല യുഗങ്ങളിലും പല പ്രോസസ്സസ് ആണ്, പല മെത്തേഡ്സ് ആണ്. അപ്പോൾ കലിയുഗത്തില് നമുക്ക് നാമസങ്കീർത്തനമാണ് വളരെ സരളമായിട്ടുള്ള ആധ്യാത്മിക വഴി, ഭഗവാനെ പ്രാപ്തി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൗരചന്ദ്രായ, മൂൺ, ചന്ദ്രനോട് ഉപമിച്ചിരിക്കുന്നത്. മായാപൂർ ചന്ദ്രോദയ മന്ദിർ, ചന്ദ്ര ഉദയ മന്ദിർ, അതായത് ചൈതന്യ മഹാപ്രഭുവിനെ പറ്റിയാണ്. ഓക്കെ. അപ്പോൾ ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ, രാധികാരാണ് ഭഗവാന്റെ, അതായത് ഭഗവാൻ കൃഷ്ണന്റെ കൺസോർട്ടാണ്, പ്ലഷർ പൊട്ടൻസിയാണ്, ഭഗവാന്റെ തന്നെ അന്തരാംഗ ശക്തിയാണ്. ഭഗവാൻ, അതായത് പറയുന്നുണ്ട് നമ്മുടെ ശാസ്ത്രത്തിൽ തന്നെ, കൃഷ്ണനും രാധയും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല, രണ്ടുപേരും ഒന്നാണ്.
രാധാപൂർണ ശക്തി കൃഷ്ണപൂർണ ശക്തിമാൻ ദൂയി വസ്തു ഭേദനയി ശാസ്ത്രേയ പ്രമാണം എന്ന് പറഞ്ഞത്. രാധ പൂർണ്ണ ശക്തി, കൃഷ്ണ പൂർണ്ണ ശക്തിമാൻ, ദൂയി വസ്തു ഭേദനയി, രണ്ടുപേരും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ശാസ്ത്രേയ പ്രമാണം, ഇതാണ് ശാസ്ത്രത്തിന്റെ പ്രമാണം. അപ്പോൾ രാധ എന്നുള്ളത് ഭഗവാൻ തന്നെ സ്വാധീന ശക്തിയാണ്, പ്ലഷർ പൊട്ടൻഷ്യൽ. ആ പ്ലഷർ പൊട്ടൻഷ്യൽ ഇല്ലാതെ ഭഗവാൻ അധുര, ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ രാധാറാണി നമ്മൾ വന്ദിക്കുന്നു. അപ്പോൾ ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ. അപ്പോൾ തദാലയ എന്ന് പറഞ്ഞാൽ രാധാറാണിയെ സംബന്ധിച്ചുള്ള എല്ലാവരും, അഷ്ടസഖികളും അങ്ങനെ എല്ലാം രാധാറാണിയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാവരും അതിൽ പെടുന്നു. രാധിക തദാലയെ. പിന്നെ കൃഷ്ണായ കൃഷ്ണഭക്തായ, കൃഷ്ണൻ അതായത് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ അവിടെ നമ്മൾ വന്ദിക്കുന്നു. പിന്നെ കൃഷ്ണന്റെ ഭക്തന്മാർ, കൃഷ്ണായ രാധികായ തദാലയെ കൃഷ്ണായ ഭക്ത, അപ്പൊ കൃഷ്ണഭക്തായ. അപ്പൊ അവരുടെ ഭക്തന്മാരെയും, കൃഷ്ണ മാത്രമല്ല അവരുടെ എല്ലാ ശുദ്ധ ഭക്തന്മാരും അതിൽ വന്നു. പിന്നെ തദ്ഭക്തായ, അവരുടെയും ഭക്തന്മാരെ, എല്ലാവരും അതിൽ ഉൾപ്പെട്ടു എന്നർത്ഥം. അപ്പൊ ഈ ഒരു ചെറിയൊരു ശ്ലോകം ചൊല്ലുമ്പോൾ നമ്മളെല്ലാവരെയും അനുഗ്രഹം മേടിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമ. എല്ലാവർക്കും നമ്മൾ പ്രണാമം ചൊല്ലും, എനിക്ക് നമസ്കരിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും അത് ബൈഹാർട്ട്. മറ്റേത് എല്ലാം കംപ്ലീറ്റ് ചെല്ലാൻ പറ്റിയെങ്കിൽ വളരെ നല്ലത്. ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ചൊല്ലും. ഓക്കെ, ഇതൊന്ന് ബൈഹാർട്ട് ചെയ്യാം. ഓക്കെ, ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ. ഓക്കെ, അപ്പൊ നമുക്ക് ടെക്സ്റ്റ് 71 തുടങ്ങാം. വിഹായ കാമാന്യ സർവാൻ ഉമാംശ്ചരതി നിഷ്പ്രഹാം നിർമ്മമോ നിരഹങ്കാരഃ ശാന്തിം അധിഗച്ഛതി. വിഹായ കാമാന്യ സർവാൻ ഉമാംശ്ചരതി നിഷ്പ്രഹാം നിർമ്മമോ നിരഹങ്കാരഃ ശാന്തിം അധിഗച്ഛതി. ഓക്കെ, സരിത മാതാജി എന്ന് വായിക്കും. നമ്പർ എനിക്ക് കിട്ടിയില്ല പ്രഭുജി. 71, 271. വിഹായ കാമാന്യ സർവാൻ പുമാംശ്ചരതി നിസ്പൃഹാ നിർമ്മമോ നിരഹംകാര സശാന്തിമധിഗച്ഛതി. വിഹായ കാമാന്യ സർവാൻ പുമാംശ്ചരതി നിസ്പൃഹാ നിർമ്മമോ നിരഹംകാര സശാന്തിമധിഗച്ഛതി. ഓക്കെ, ട്രാൻസ്ലേഷൻ ആരെങ്കിലും ഒന്ന് വായിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. എല്ലാ വൈഷയികാഭിലാഷങ്ങളിൽ നിന്നും സ്വയം മുക്തനായി എല്ലാത്തരം ഉടമാവകാശ ബോധവും മിഥ്യാ അഹംഭാവവും ഉപേക്ഷിച്ചവനായി നിസ്പൃഹനായി വർത്തിക്കുന്നവന് മാത്രമേ ശരിക്കും ശാന്തി നേടാൻ കഴിയൂ. വർത്തിക്കുന്നവന് മാത്രമേ ശരിക്കും ശാന്തി നേടാൻ കഴിയൂ. ഹരേ കൃഷ്ണ. A person who has given up all desires for sense gratification, who lives free from desires, who has given up all sense of proprietorship and is devoid of false ego, he alone can attain real peace. അപ്പൊ ശാന്തിയുടെ ആ ഒരു മന്ത്രമുണ്ട് ഭഗവത്ഗീതയിൽ, ശാന്തി മന്ത്രം. എന്താണ് ശാന്തി? ഭോക്താറാം യജ്ഞ തപസാം സർവലോക മഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാം മാം ശാന്തിരിച്ചത്. ഓക്കെ, ആ ശാന്തി ഫോർമുല മന്ത്രമാണ്. അപ്പൊ അതേപോലെ ഇവിടെ ഭഗവാൻ പറയുന്നു, അതിനുപരിയായി ആരാണോ തൻ്റെ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങളെല്ലാം അവിടെ മാറ്റിവെച്ച്, എന്താണ് ഭൗതിക തലത്തിലുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ദ്രിയ തൃപ്തി, അതന്നെ അല്ലേ? Who lives free from desires. നമുക്ക് ഡിസൈർസ് ഉണ്ടാവാൻ പാടില്ല. എന്ത് ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവാൻ പാടില്ല. കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ?
ഭൗതിക തലത്തില് ആർക്കും ആഗ്രഹമില്ലാത്തത്? എല്ലാവർക്കും ഏനോ എല്ലാ ഓപ്പുലൻസസും വേണം, എല്ലാ ഐശ്വര്യങ്ങളും വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കാറ്. ഏനോ എന്താണ് 6 ഓപ്പുലൻസസ് ആണ്. ഭഗവാന് അത് പൂർണ്ണമായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ സെർട്ടൻ ഡിഗ്രി ഉണ്ട്. ഭഗവാന്റെ 6 ഓപ്പുലൻസസ് എന്തൊക്കെയാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റും? ഐശ്വര്യം, വീര്യം, യജസ്. ആ ശ്ലോകം അറിയെങ്കിൽ പറഞ്ഞാൽ അത് ഈസി ആയിട്ട് പറയാൻ പറ്റും. മല്ലിക മാതാജി മ്യൂട്ടാണ്, എന്തോ പറയുന്നുണ്ട്. പറയൂ മല്ലിക മാതാജി. ഐശ്വര്യം, ശ്രീ, യശസ്, വൈരാഗ്യം, സൗന്ദര്യം, ശക്തി. ശ്ലോകം ആർക്കറിയാം? ആർക്കെങ്കിലും ശ്ലോകം അറിയോ? അറിയില്ല? എന്നാ പഠിച്ചോളൂ കേട്ടോ. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്ശ്രിയ ജ്ഞാന വൈരാഗ്യോശ്ചൈവ ഷണ്ണം ഭഗ ഇതീന്ദ്രനാന്ന് പറയുന്നത്. ഓക്കെ, അത് ഐശ്വര്യം ഗീതയിലുണ്ടോ അതോ? ഗീതയിലില്ല. ഇത് പത്മപുരാണത്തിൽ നിന്നാണ്. പരാശര മുനി പറയുന്നതാണ്. പരാശര മുനി ആരാണ്? വ്യാസദേവന്റെ പരാശരം അച്ഛൻ. അതെ, വ്യാസദേവന്റെ. അപ്പോൾ ഐശ്വര്യ സമഗ്രസ്യ, അതായത് സമഗ്രമായിട്ടുള്ള ഐശ്വര്യങ്ങൾ, പൂർണ്ണമായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളും 100%, കുറച്ചല്ല. നമുക്ക് എല്ലാവർക്കും ഐശ്വര്യമുണ്ട് അല്ലേ? നമുക്ക് എല്ലാവർക്കും ഐശ്വര്യമുണ്ട്. ചില ആൾക്കാർ വളരെ സുന്ദരന്മാരായിരിക്കും, സുന്ദരികളായിരിക്കും. ചില ആൾക്കാർ വളരെ ധനികന്മാരായിരിക്കും. ചില ആൾക്കാർ പണ്ഡിതന്മാരായിരിക്കും. ഓക്കെ, ചില ആൾക്കാർ ഇതെല്ലാം ഉണ്ടായിട്ടും ടോട്ടലി ഇതെല്ലാം ത്യജിച്ച് ജീവിക്കുന്ന ആൾക്കാർ റിനൗൺസിയൻ്റ് ആയിരിക്കും. ഓക്കെ, ചില ആൾക്കാർക്ക് നല്ല ബലം ഉണ്ടായിരിക്കും, ശക്തി, ഫിസിക്കൽ പവർ, ഇൻഫ്ലുവൻസ്, ഇതെല്ലാവർക്കും ഉണ്ട്. പക്ഷെ എല്ലാം മൈന്യൂട്ട് ഡിഗ്രിയിൽ. ഓക്കെ, കുറച്ച് ചില ആൾക്ക് 1%, 2%, 3%, 10%, 20%, അങ്ങനെ വെരിയിങ് ഡിഗ്രിയിൽ നമുക്ക് കാണാൻ പറ്റും. എല്ലാവർക്കും ഉണ്ട് ഈ ഐശ്വര്യങ്ങൾ. അപ്പൊ ഐശ്വര്യസ്യ സമഗ്രസ്യ എന്തൊക്കെയാണത്? പൂർണ്ണമായിട്ടും ഭഗവാന്റെ ഐശ്വര്യത്തിനെ പറ്റി പറയുന്നു കേട്ടോ, നമ്മുടെ അല്ല. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യ. എന്താണ് വീര്യം എന്ന് പറഞ്ഞാൽ? എന്താണ് വീര്യം? സ്ട്രെങ്ത്, ബലം, ശക്തി അല്ലേ? ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്. എന്താണ് യശസ്? കീർത്തി, ഫെയിം അല്ലേ? ശ്രീ പറഞ്ഞ എന്താ? വൈരാഗ്യം. ശ്രീ ശ്രീ പറഞ്ഞ ഐശ്വര്യം നമ്മൾ പറഞ്ഞു പോയി. ഐശ്വര്യം എല്ലാറ്റിനും കൂടി പറയുന്നതാണ് ഐശ്വര്യം. ഇതെല്ലാം ഐശ്വര്യമാണ്. അതാണ് ആദ്യം പറഞ്ഞത്. ഐശ്വര്യ ലക്ഷ്മി ദേവി കൂടി. അപ്പൊ അതായത് ശ്രീ പറഞ്ഞാൽ ലക്ഷ്മി പറഞ്ഞാൽ ധനം അല്ലേ? നമ്മൾ ലക്ഷ്മി പൂജ നടത്താറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ലക്ഷ്മി പൂജ നടത്തുന്നത്? വീടുകളില് സമ്പത്ത് വരാൻ വേണ്ടിയിട്ട് അല്ലേ? പക്ഷെ നമ്മൾ ലക്ഷ്മി പൂജ അല്ല നടത്തുന്നത്, ലക്ഷ്മി നാരായൺ പൂജ നടത്തണം. എവിടെ നാരായണൻ ഉണ്ടോ അവിടെ ലക്ഷ്മി ഉണ്ടാവുള്ളൂ. വെറും ലക്ഷ്മി പൂജ നടത്തിയാൽ കാര്യമില്ല. ലക്ഷ്മി നാരായൺ പൂജ നമ്മളെപ്പോഴും പറയും, ലക്ഷ്മി പൂജ വയ്ക്കും അല്ലേ? ലക്ഷ്മി നാരായണൻ ഉണ്ടെങ്കിലേ, നാരായണൻ എവിടെയുണ്ടോ അവിടെ ലക്ഷ്മി ഉണ്ടാവുള്ളൂ. ലക്ഷ്മി ചഞ്ചലമാണ് അല്ലെ? ഇന്നിപ്പോ എന്റെ പോക്കറ്റിൽ, നാളെ നിങ്ങളുടെ പോക്കറ്റിലായിരിക്കും. അപ്പൊ ശ്രീ പറഞ്ഞാൽ ലക്ഷ്മി. പിന്നെ ഒരു അർത്ഥം കൂടി ഉണ്ട് അവിടെ, സൗന്ദര്യം. ഓക്കെ, ബ്യൂട്ടി. ഓക്കെ, വെൽത്ത് ആൻഡ് ബ്യൂട്ടി. പിന്നെന്താ? ജ്ഞാന വൈരാഗ്യം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ്, നോളേജ് അല്ലേ? വൈരാഗ്യം എന്ന് പറഞ്ഞാലോ? ഡിറ്റാച്ച്മെന്റ്, വിരക്തി അല്ലേ? അപ്പോ ഈ 6 ഐശ്വര്യങ്ങളിൽ സമഗ്രമായിട്ടും ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്ശ്രിയ ജ്ഞാന വൈരാഗ്യവശൈവ ഷണ്ണം ഭഗ ഇതിൻഗണ. അപ്പൊ ഈ അതായത് 6 ഓപ്പുലൻസസ് പൂർണ്ണമായിട്ട് ആർക്കാണ് ഉള്ളത്? അദ്ദേഹത്തിനാണ് നമുക്ക് സുപ്രീം അബ്സല്യൂട്ട് ട്രൂത്ത്, പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ എന്ന് പറയാൻ പറ്റും. വേറെ ആർക്കുമില്ല, ഭഗവാൻ മാത്രമേ. പക്ഷെ ഈ ഐശ്വര്യങ്ങളെല്ലാം നമ്മളും ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസലായതുകൊണ്ട് നമുക്കും ഈ ഐശ്വര്യത്തിന്റെ കുറേ സെർട്ടൻ എമൗണ്ട് ക്വാണ്ടിറ്റിയിൽ നമുക്കുണ്ട്.
നമ്മുടെ സമൂഹത്തിലും കാണാം ചില ആൾക്കാർ ഭയങ്കര ധനികന്മാരായിരിക്കും അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ, വളരെ വളരെ ധനികന്മാരായിരിക്കും. ഒരുപാട് നമുക്ക് ഉദാഹരണം എടുക്കാണ്ട്, പേരൊന്നും പറയുന്നില്ല. അപ്പോൾ അത് അവരുടെ ഐശ്വര്യമാണ്. ചില ആൾക്കാർ ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും. മിസ്റ്റർ യൂണിവേഴ്സ്, മിസ് ഇന്ത്യ, മിസ് വേൾഡ്, മിസ്റ്റർ വേൾഡ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഒരുപാട് സൗന്ദര്യം ഉണ്ടായിരിക്കും. ചില ആൾക്കാർക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. ആ സ്ട്രെങ്ത് ഫിസിക്കൽ മാത്രമല്ല, ഇൻഫ്ലുവൻസ് അതും സ്ട്രെങ്ത് ആണ്. നമുക്ക് സമൂഹത്തിലെ ഒരുപാട് ആൾക്കാരായിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും നമ്മുടെ പവർ കൊണ്ട്, ശക്തി കൊണ്ട്, നമ്മുടെ കഴിവുകൊണ്ട് അല്ലേ? പിന്നെ ചില ആൾക്കാർക്ക് നല്ല നോളേജ് ആയിരിക്കും. ഏതൊരു ടോപ്പിക് എടുത്താലും അതിനെ പറ്റി സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അത് ഭൗതിക തലത്തിലായിക്കോട്ടെ, ആധ്യാത്മിക തലത്തിലായിക്കോട്ടെ. അതൊരു അറിവല്ലേ? അതൊരു ഒപ്ലൻസ് ആണ്, അതൊരു ഐശ്വര്യമാണ്. ചില ആൾക്കാർക്ക് ഇതെല്ലാം ഉണ്ടെങ്കിൽ ശരി, അവർ ടോട്ടലി ഡിറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ ഈ ഐശ്വര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ നമ്മളും ഈ ഐശ്വര്യങ്ങളിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഐശ്വര്യങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. ഇതെല്ലാം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇപ്പം ഒരാൾ പറയാണ് ഞാൻ നല്ല ശക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കുറച്ചൊരു ഇതുണ്ടായിരിക്കും, ഞാൻ നല്ല ശക്തിമാനാണ്. ഒരാൾക്ക് പണം ഉണ്ടെങ്കിൽ ആ പണത്തിൻ്റെ അഹംഭാവം ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഈ ഐശ്വര്യങ്ങൾ എല്ലാവർക്കുമാണ് ആവശ്യം. അപ്പോൾ നമ്മളെല്ലാം പൊതുവെ ഇൻ ജനറൽ, ഡിവോട്ടീസിന്റെ കാര്യമല്ല പറയണത്, ഡിവോട്ടീസിന് ഇതുണ്ടെങ്കിലും ഭക്തിയും കൂടി അതിൻ്റെ കൂടെയുണ്ട്. മറ്റത് അതും ഐശ്വര്യത്തിന്റെ ആ ഇന്ദ്രിയ ഭോഗത്തിന്റെ പിന്നാലെ പോകുന്ന ആൾക്കാരും മിക്ക ആൾക്കാരും. പക്ഷെ നമ്മൾ പ്രാക്ടീസിങ് ഡിവോട്ടീസ് ആവുകൊണ്ട് ഇതൊക്കെ ആഗ്രഹിച്ചാലും കൂടി അതിനോടുകൂടി നമ്മൾ ഭക്തന്മാരാകാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ്, പ്രാക്ടീസിങ് ഡിവോട്ടീസാണ്. അപ്പോൾ ഭഗവാനോട് പറയുന്നത്, ആരാണോ അങ്ങനത്തെ ഭൗതിക തലത്തിലുള്ള ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ച് അങ്ങനത്തെ ആഗ്രഹങ്ങളിൽ നിന്ന് എല്ലാം പിന്നോക്കം മാറി അതിൻ്റെ പ്രൊപ്പറേറ്റർഷിപ്പ് സെൻസ് ഓഫ്, അതായത് ഞാൻ ഇതിൻ്റെ ഉടമസ്ഥനാണ്, ഇത് എൻ്റേതാണ്, ഇത് എൻ്റെ കുടുംബമാണ്, ഇത് എൻ്റെ വീടാണ്, എൻ്റെ ജോലിയാണ്, എൻ്റെ കമ്പനിയാണ്, ആ ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് ഉണ്ടല്ലോ, ഞാൻ എൻ്റേതുള്ള ഒരു ഇത്, അത് മാറ്റിവെച്ച് ഡിവൈഡ് ഓഫ് ഫോൾസ് ഈഗോ. എന്താണ് ഫോൾസ് ഈഗോ എന്ന് പറഞ്ഞാൽ? എന്നാണ് ആത്മവിശ്വാസം, മിഥ്യാഹങ്കാരം. കോൺഫിഡൻസ്, ആത്മവിശ്വാസം. മിഥ്യാഹങ്കാരം. അപ്പൊ അതിന് ഒരു ഉദാഹരണം പറയൂ, എന്തെങ്കിലും ഒരു ഉദാഹരണം പറയൂ. നമ്മളുടെ മിഥ്യാഹങ്കാരം എന്താ? മീ, മൈ, അതാണ് പ്രഭുജി. അതെ, പക്ഷെ ഒരു ഉദാഹരണം പറയാം, എന്തെങ്കിലും ഒരു ഉദാഹരണം. ഞാൻ ശരീരമാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. അല്ലെങ്കിൽ എന്റെ ഫാമിലി. ഓക്കെ, ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരമാകുന്നു എന്നുള്ള തെറ്റിദ്ധാരണ, ഒരു ഇല്യൂഷൻ, ഒരു മിഥ്യാഹങ്കാരാണ്. ഓക്കെ, പിന്നെ ഈ വീട് ഞാൻ ഉണ്ടാക്കിയത് അത് ഇന്ത്യക്കാണ്, ആർക്കും അവകാശം ഉണ്ടാകുന്നത്. മനസ്സിലായില്ല മാതാജി പറഞ്ഞ? ഭഗവാന്റെ അല്ലേ എല്ലാം. സോറി, ക്ലിയർ ആയില്ല കേട്ടോ, എനിക്ക് മനസ്സിലായില്ല. എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ മകൻ, എന്റെ മകൾ. ഓക്കെ, ഗുഡ്. അതായത് എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ മകൾ. എന്തുകൊണ്ടാണ് ഇത് മിഥ്യാഹങ്കാരം എന്ന് പറയുന്നത്? എന്റെ അച്ഛനല്ലേ, എന്റെ മകളല്ലേ, എന്റെ അമ്മയല്ലേ അവരൊക്കെ. അതെന്തുകൊണ്ടാണ് മിഥ്യാഹങ്കാരം എന്ന് പറയുന്നത്? അത് ശരിക്കുള്ള ഇതല്ലേ? അപ്പൊ എന്നെ മിഥ്യ എന്ന് പറയാൻ കാരണം എന്താ? ഈ ജന്മത്തിലാണ്, അടുത്ത ജന്മം അത് ആരുടെ അറിയില്ല. ഇത് ടെമ്പററി ആണ്, എറ്റേണൽ ആയിട്ടുള്ളതല്ല. ഈ റിലേഷൻഷിപ്പ് എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ കുട്ടികളെ, എന്റെ രാജ്യം, എന്റെ കൂട്ടുകാരന്മാരെ, ഇതെല്ലാം ടെമ്പററി, ഈ ലൈഫ് ടൈമിൽ മാത്രമേ ഉള്ളൂ അല്ലേ? ഇത് ശാശ്വതമായിട്ടുള്ള ഒരു ബന്ധമല്ല. ശാശ്വതമായിട്ടുള്ള ബന്ധം ഒന്നേ ഉള്ളൂ, അതെന്താണ്? ഭഗവാനായിട്ടുള്ളത്. ഭഗവാന്റെ ആ ഒരു ബന്ധം മാത്രമേ ശാശ്വതമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മളുടെ ജീവൻ നമ്മളുടെ അവസാനിക്കുന്ന സമയത്ത് നമ്മളുടെ കൂടെ ആരും വരില്ല. വരുമോ? നമ്മളുടെ ബന്ധുമിത്രാദികളെ വല്ലവരും വരും കൂടെ? ആരും വരില്ല. നമ്മുടെ കൂടെ ആരാണ് വരുന്നത്? നമ്മൾ ചൊല്ലിയ നാമങ്ങളും നമ്മുടെ പുണ്യകർമ്മങ്ങളും. അല്ലാതെ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ നമ്മളെ പുറകെ വരും. അത് വരും. അതല്ലാതെ നമ്മുടെ കൂടെ ഒരാളും കൂടി വരുന്നുണ്ട്, പരമാത്മാ, ജീവാത്മാവ്. ഭഗവാന്റെ സ്മരണ. അത് വരും. ഭഗവാന്റെ സ്മരണ നമ്മുടെ കൂടെ ഉണ്ടാവും.
പക്ഷെ ഭഗവാൻ നമ്മുടെ കൂടെ വരുന്നുണ്ട് പരമാത്മാവിന്റെ രൂപത്തിൽ. അപ്പൊ നമ്മളുടെ ജീവൻ വെടിയുമ്പോ നമ്മളുടെ ജീവാത്മാവും പരമാത്മാവിന്റെ നമ്മളില്ലല്ലോ, പരമാത്മാവുണ്ടാവും. പരമാത്മാവും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഉണ്ടാവും. അപ്പൊ ജീവാത്മാവ് പരമാത്മാവ് അതിന്റെ സൂക്ഷ്മ ശരീരവും കൂടി പരമാത്മാവും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ദേഹം വെടിയുന്ന സമയത്ത് എൻ്റെ ജീവാത്മാവ് സൂക്ഷ്മ ശരീരവും പരമാത്മാവും കൂടിയിട്ട് വേറൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കും, എൻ്റെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ. അതാണ് ചെയ്യുന്നത്. അപ്പോ ഈ തലത്തിലുള്ള ചിന്താഗതിയാണ് ഫോൾസ് ഈഗോ എന്ന് പറയുന്നത്. ഞാൻ എൻ്റേത്, ഇതെല്ലാം ടെമ്പററി, ശാശ്വതമല്ല. അതുകൊണ്ടാണ് അതിനെ ഫോൾസ്, മിഥ്യ അഹങ്കാരം എന്ന് പറയുന്നത്. ശാശ്വതമല്ല, ഇത് ഈ ജന്മത്തിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമാണ്. ഇത് നമ്മൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാത്ത ആൾക്കാരാണ് ഈ അഹങ്കാരം വെച്ച് പുലർത്തുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തണം. ഡിവൈഡ് ഓഫ് ഫോൾസ്, ഈ ഫോൾസ് ഈഗോ നമുക്ക് പാടില്ല. ഹി അലോൺ ക്യാൻ അറ്റൈൻ റിയൽ പീസ്. അങ്ങനത്തെ ഒരു വ്യക്തിക്ക്, അതായത് ശരിക്കുള്ള ശാന്തി കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. എന്താണ് ഭാവാർത്ഥത്തില് പ്രഭുപാദ് പറയുന്നത് നോക്കാം. So to become desireless means not to desire anything for sense gratification. അപ്പൊ നമുക്ക് ആഗ്രഹങ്ങളില്ലാതെ ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല. എന്തോ ആഗ്രഹങ്ങൾ ഇല്ലാതെ ഇരിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? എനിക്ക് ഒരു ആഗ്രഹമില്ല. ഒരു ആഗ്രഹവും ഇല്ല എന്ന് പറയുന്ന ഒരു ആഗ്രഹമാണ്. എനിക്കൊരു ആഗ്രഹവും ഇല്ല എന്ന് പറയുന്ന ഒരു ആഗ്രഹമാണ്. അപ്പൊ നമുക്ക് ആഗ്രഹങ്ങളില്ലാതെ ഇരിക്കാൻ പറ്റില്ല. പക്ഷെ ആ ആഗ്രഹങ്ങളെ, അതായത് നമ്മളുടെ സാധാരണ ആഗ്രഹങ്ങളെ നമ്മളത് സ്പിരിച്വലൈസ് ചെയ്യണം വേണ്ടത്. ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ മാറ്റിയിട്ട് ആത്മീയ തലത്തിലുള്ള ആഗ്രഹങ്ങളിലേക്ക് നമുക്ക് കടക്കണം. അപ്പൊ എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഡിസയർലെസ് എന്ന് പറഞ്ഞാൽ ഭൗതിക തലത്തിൽ ഒരു ആഗ്രഹം വെച്ച് പുലർത്താൻ പാടില്ല. ഭഗവാനെ പറ്റിയിട്ടും ഭഗവാന്റെ കാര്യത്തിനെ പറ്റിയിട്ടും ആഗ്രഹങ്ങൾ ഉണ്ടാവാം. So in other words, desire for becoming Krishna conscious is actually desireless. So പ്രഭുപാദ വളരെ ക്ലിയർ ആയിട്ട് എഴുതുന്നുണ്ട്. എന്താണ് നമ്മുടെ ശരിക്കുള്ള ആഗ്രഹം? ആഗ്രഹം ഇല്ലാത്ത ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കൃഷ്ണ കോൺഷ്യസ് ആക്ടിവിറ്റീസിലുള്ള ആഗ്രഹമാണ് ആഗ്രഹമില്ലാത്ത, ഭൗതിക തലത്തിലുള്ള ആഗ്രഹമില്ലാത്ത തലം എന്നാണ് പറയുന്നത്. So to understand one's actual position as the eternal servitor of Krishna without falsely claiming this material body to be oneself and without falsely claiming proprietorship over anything in the world is the perfect stage of Krishna consciousness. അപ്പോൾ ഇവിടെ നമ്മുടെ ആക്ച്വൽ പൊസിഷൻ ആസ് എറ്റേണൽ സർവിറ്റർ ഓഫ് കൃഷ്ണ. ഓക്കെ, എറ്റേണൽ ആയിട്ട് നമ്മൾ ഭഗവാന്റെ സേവകനാണ് എന്നുള്ളത് നമ്മളുടെ. അപ്പൊ എന്താണ് ആ ശ്ലോകം? ആരെങ്കിലും അറിയോ? നമ്മൾ ഭഗവാന്റെ നിത്യസേവനാകുന്നു. ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? കൃഷ്ണേന നിത്യദാസ. ലാസ്റ്റ് വരി അതാണ്, ഫസ്റ്റ് കിട്ടണില്ല എനിക്ക്. ജീവേര സ്വരൂപോയ് കൃഷ്ണേര നിത്യദാസ്. ജീവേര സ്വരൂപോയ് കൃഷ്ണേര, അതായത് നമ്മളുടെ ശരിക്കുള്ള സ്വരൂപം ഭഗവാൻ കൃഷ്ണന്റെ നിത്യസേവകനാകുന്നു. അതാണ് ചൈതന്യ മഹാപ്രഭു അതാണ് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ അതാണ് എറ്റേണൽ സർവിറ്റർ ഓഫ് കൃഷ്ണ. നമ്മുടെ എല്ലാവരുടെയും ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നമ്മള് നിത്യ സേവകനാണ്. ആരുടെ? ഭഗവാൻ കൃഷ്ണന്റെ. ഇപ്പൊ നമ്മൾ ആരുടെ സേവകന്മാരാണ്? ഭാര്യ ഭർത്താവിന്റെ ഭർത്താവ്, ഭാര്യയുടെ അച്ഛനമ്മ, മക്കളുടെ മക്കൾ, അച്ഛനും അമ്മയുടെ സിറ്റിസൺസ്, നമ്മുടെ ഗവൺമെന്റ് സിറ്റിസൺസിന്റെ, അല്ലേ? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സേവ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഏതെങ്കിലും ഒരാൾ സേവ ചെയ്യാണ്ട് ഇരിക്കാൻ പറ്റുമോ? എല്ലാവർക്കും സേവ ചെയ്യണം. സേവ ചെയ്യാണ്ട്, അതായത് സർവീസ് ചെയ്യാണ്ട് ഒരാൾക്കും ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ചില ആൾക്കാർ പറഞ്ഞു, എനിക്ക് ഒരാളോടും കടപ്പാടില്ല, ഞാൻ ഒരാളും ഗവനിക്കില്ല, ഒരാളും ഒന്നും ചെയ്യില്ല. ഒന്നും ചെയ്യാത്ത ആൾക്കാരെ എന്ത് ചെയ്യും? അവനവന്റെ ഇന്ദ്രിയങ്ങളെ സേവിക്കും, അല്ലേ? ഇനിയിപ്പോ ആരെയും സേവ ചെയ്തില്ലെങ്കിൽ ശരി, അവനവന്റെ ഇന്ദ്രിയങ്ങളെ അവര് സേവിക്കും. അപ്പോൾ അതിന് പകരം നമ്മൾ ഭഗവാൻ കൃഷ്ണന്റെ നിത്യസേവകനായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും? എവിടെയായിരിക്കും ലക്ഷ്യം? ആ ലക്ഷ്യസ്ഥാനത്ത് എത്തും. എവിടെയായിരിക്കും അത്?
ഭഗവത് ധാമില് ഭഗവത് ധാമില് എത്തും. ഓക്കെ, അപ്പൊ നമ്മളെ പെർഫെക്റ്റ് സ്റ്റേജ് ഓഫ് കൃഷ്ണ കോൺഷ്യസിൽ എത്തണമെങ്കിൽ നമ്മൾ അങ്ങനെ ഫോൾസ് ഈഗോ, സെൻസ് ഓഫ് പ്രൊപ്രൈറ്റർഷിപ്പ് ഇതെല്ലാം കളഞ്ഞ് ഭഗവാന്റെ സേവകനായിട്ട് നമ്മൾ ഇരിക്കണം. സോ വൺ ഹു ഇസ് സിറ്റുവേറ്റഡ് ഇൻ ദിസ് പെർഫെക്റ്റ് സ്റ്റേജ് നോസ് that because Krishna is a proprietor of everything, everything must be used for the satisfaction of Krishna. Krishna is the proprietor of everything. ഏതാണ് ശ്ലോകം ഈശോപനിഷത്തില്? ഏതാണ് ശ്ലോകം ഈശോപനിഷത്തില്? കൃഷ്ണ ഈസ് ദ പ്രൊപ്രൈറ്റർ ഓഫ് എവരിതിങ്. എല്ലാറ്റിൻ്റെയും അധിപൻ, എല്ലാറ്റിൻ്റെയും ഭഗവാൻ ആണ്, എല്ലാറ്റിൻ്റെയും അധിപൻ, ഓണർ, എല്ലാറ്റിൻ്റെയും ഓണർ ഭഗവാനാണ്. ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യം ജഗത് തേന തെക്വേന ഭൂഞ്ചിതഃ മാഗൃത കസ്വസിദ്ധനം. അല്ലെ, ഈശാവാസ്യം ഇതം സർവം, ഈ കാണുന്ന ക്രിയേഷനിലെ എല്ലാം ആരാണ് അതിന്റെ പ്രൊപ്പറേറ്റർ? ഈശ. ആരാണ് ഈശ? മീൻസ് ഭഗവാൻ. ആരാണ് ഭഗവാൻ? കൃഷ്ണൻ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. കൃഷ്ണ ഈസ് ദ പ്രൊപ്പറേറ്റർ ഓഫ് എവറിഥിങ്. നമ്മൾ പ്രൊപ്പറേറ്റർ ആണോ? നമ്മൾ പ്രൊപ്പറേറ്റർ ആണ്. ഈ വീടിന്റെ പ്രൊപ്പറേറ്റർ ഞാനാണ്. പക്ഷെ എത്ര കാലം? 40 കൊല്ലം, 50 കൊല്ലം, 100 കൊല്ലം, അതിലപ്പുറം പോകില്ലല്ലോ. അത് കഴിഞ്ഞാൽ എൻ്റെ പ്രൊപ്പറേറ്റർഷിപ്പ് കഴിഞ്ഞു. അത് കൈമാറി വേറൊരു കയ്യിൽ പോകും. അത് അവരും എത്ര കാലം ജീവിക്കും? അത് കഴിഞ്ഞാൽ വേറെ ആളുടെ കയ്യിൽ പോകും. അപ്പൊ ഞാൻ പെർമനന്റ് ആയിട്ടുള്ള ഒരു ഓണർ അല്ല. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഈശാവാസ്യം ഇതം സർവം, ഈ കാണുന്നതെല്ലാം ക്രിയേഷൻ, ആധ്യാത്മിക ലോകത്തിലും ഭൗതിക ലോകത്തിലും എല്ലാം അദ്ദേഹത്തിന്റെ പ്രൊപ്പറേറ്റർഷിപ്പാണ്. എവറിത്തിങ് മസ്റ്റ് ബി യൂസ്. അതുകൊണ്ട് എന്താണ്? എവറിത്തിങ് മസ്റ്റ് ബി യൂസ് ഫോർ ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കൃഷ്ണ. അതുകൊണ്ട് എല്ലാതും ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. ഒരു 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 കൊട്ടാരത്തിൽ, രാജകൊട്ടാരത്തിൽ രാജാവാണ്. ഓക്കെ, രാജാവിന് ഒരുപാട് സേവകന്മാരുണ്ട്. ആ സേവകന്മാര് ആർക്ക് വേണ്ടി ജോലി ചെയ്യണം? രാജാവിന്, അല്ലേ? കാരണം രാജകൊട്ടാരത്തിലെ രാജാവാണ് അതിന്റെ പ്രൊപ്പറേറ്റർ. ഒരുപാട് സേവകന്മാരുണ്ട്. ആ സേവകന്മാര് രാജാവിന് വേണ്ടിയിട്ട് സേവനം. അതേപോലെ ഈ പ്രപഞ്ചത്തിന്റെ രാജാവാണ് ഭഗവാൻ കൃഷ്ണൻ. നമ്മളെല്ലാം ആ പ്രപഞ്ചത്തില് ആ രാജാവിന്റെ കീഴില് ജോലി ചെയ്യുന്ന സേവകന്മാരാണ്. അപ്പൊ നമ്മൾ ആർക്ക് വേണ്ടി സേവിക്കണം? ആരെ സേവിക്കണം? ഭഗവാൻ കൃഷ്ണനെ സേവിക്കണം, അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. അത്രേ ഉള്ളൂ. സോ എവറിത്തിങ് മസ്റ്റ് ബി യൂസ്ഡ് ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കൃഷ്ണ. അപ്പൊ അങ്ങനെ ഭഗവാനെ സേവിക്കുമ്പോ നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഓട്ടോമാറ്റിക്കലി ഭഗവാനെ സേവിക്കുമ്പോൾ നമുക്കും തൃപ്തി, നമുക്കും ശാന്തി, സമാധാനം, സന്തോഷം, ആനന്ദമൊക്കെ കിട്ടും. അതൊരു ബൈ പ്രൊഡക്റ്റ് ആണ്. പക്ഷെ നമ്മളുടെ കടമ എന്ന് പറയുന്ന, നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസൽ ആയതുകൊണ്ട് ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് നമ്മളുടെ കടമ. ആ കടമ നമ്മൾ നിറവേറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കും സന്തോഷം കിട്ടും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ നെൽകൃഷി അത് കൊയ്യുന്ന സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അത് കൊയ്യുന്നത്? നെല്ല് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് വൈക്കോലിന് വേണ്ടിയിട്ടാണോ? അല്ലല്ലോ. വൈക്കോൽ അതിന്റെ ബൈ പ്രോഡക്റ്റ് ആണ്. അപ്പൊ അതേപോലെ ഭഗവാനെ നമ്മൾ സേവിക്കുമ്പോൾ ആസ് എ ബൈ പ്രൊഡക്റ്റ് നമുക്കും സന്തോഷം, ശാന്തി, സമാധാനം കിട്ടും. ആസ് എ ബൈ പ്രൊഡക്റ്റ് നമ്മുടെ ലക്ഷ്യം ഭഗവാനെ സേവിക്കുന്നതായിരിക്കണം. അപ്പൊ നമ്മളുടെ ആ ഒരു ശാന്തി, സമാധാനത്തിന് വേണ്ടി പ്രത്യേകിച്ചിട്ട് പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. ഭഗവാനെ പ്രീതിപ്പെടുത്തുമ്പോൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും പ്രീതിപ്പെട്ടുകൊള്ളും എന്നാണ് പറയുന്നത്. So Arjuna did not want to fight for his own sense gratification, sense satisfaction. But when he became fully Krishna conscious, he fought because Krishna wanted him to fight. അർജുനൻ തുടക്കത്തിൽ യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ചു. കാരണം എന്താണ്? അത് അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി. അതായത് യുദ്ധം ചെയ്യാതിരിക്കുന്നത് ആണ് അദ്ദേഹത്തിന്റെ ഇന്ദ്രിയത്തിന് തൃപ്തി കിട്ടുന്നത്. പക്ഷെ ഭഗവാന്റെ നിർദ്ദേശം, ഗീതാപദേശം കേട്ട ശേഷം അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായി. അദ്ദേഹം യുദ്ധം ചെയ്യാൻ സമ്മതിച്ചു.
For himself, there was no desire to fight, but for Krishna, the same Arjuna fought to the best ability എന്നാണ് പറയുന്നത്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മരൻ യുദ്ധ്യച. ഓക്കെ, തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മരൻ യുദ്ധ. യുദ്ധം ചെയ്യാനാണ് പറയുന്നത്. അതാണ് ക്ഷത്രിയന്റെ ധർമ്മം. ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ട് യുദ്ധം ആവശ്യമാണെങ്കിൽ അവിടെ യുദ്ധം ചെയ്യണം. അതെങ്ങനെ ചെയ്യണം? മാം അനുസ്മരൻ, എന്നെ സ്മരിച്ചുകൊണ്ട് ചെയ്യാനാ പറഞ്ഞത്. അത് മറക്കാൻ പാടില്ല. അതായത് ഭഗവാനെ സ്മരിച്ചിട്ട് വേണം യുദ്ധം ചെയ്യാൻ. അതായത് ഭഗവാന്റെ നിർദ്ദേശങ്ങളെല്ലാം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അത് പ്രകാരം ചെയ്യണം എന്നാ പറയുന്നത്. ഭഗവാനെ മറന്നിട്ടില്ല. എന്റെ ഇഷ്ടപ്രകാരമല്ല യുദ്ധം ചെയ്യേണ്ടത്. ഭഗവാൻ എന്താണോ ആഗ്രഹിക്കുന്നത്, ഭഗവാൻ എന്താണോ നമുക്ക് പല യമനിയമങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് ഗീതയിലും മറ്റുള്ള നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ. അത് പ്രകാരം നമ്മളെ ഭഗവാനെ സ്മരിച്ച് നമ്മൾ കർത്തവ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. Okay. For himself, there was no desire to fight, but for Krishna, same Arjuna fought to his best ability. Real desirelessness is desire for the satisfaction of Krishna, not an artificial attempt to abolish desire. അപ്പൊ നമ്മള് കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യൽ നമ്മളുടെ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കല്ല വേണ്ട, നമ്മളുടെ ആഗ്രഹങ്ങളെ നമ്മള് കൺവേർട്ട് ചെയ്യാറുണ്ട്, ട്രാൻസ്ഫോം ചെയ്യാറുണ്ട്, സ്പിരിച്വൽ ഡിസൈസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാറുണ്ട്. അല്ലാണ്ട് ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാൻ ആർക്കും പറ്റില്ല. നമ്മളുടെ ശരീരത്തിന് ജീവൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. ആ ആഗ്രഹങ്ങളെ നമ്മൾ കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യണം സ്പിരിച്വൽ ഡിസയർ ആയിട്ട്, ഭഗവാനെ സേവിക്കാനുള്ള ആഗ്രഹങ്ങളായിട്ട്. So the living, okay, a materially desireless person certainly knows that everything belongs to Krishna. ഞാൻ നേരത്തെ പറഞ്ഞാണ് ഈശാവാസ്യം ഇദം സർവം, എല്ലാം ഭഗവാന്റെ ആണ്, ഭഗവാനാണ് ഓൺ ചെയ്യുന്നത്. And therefore he does not falsely claim proprietorship over anything. അപ്പൊ നമുക്കിത് അറിയുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും പറയില്ല ഇത് എന്റേതാണ്. ഭഗവാൻ നമുക്ക് ഒരു കസ്റ്റോഡിയൻഷിപ്പ് തന്നിരിക്കുകയാണ് കുറച്ചു കാലത്തിന്. ഓക്കെ, എത്ര? 50 കൊല്ലം, 60 കൊല്ലം, 100 കൊല്ലം, അതിൽ അപ്പുറം പോവില്ല. അല്ലെ, ചില ആൾക്കാർ 100, 102, 105 ഒക്കെ പോയിരിക്കും. അതൊക്കെ എക്സെപ്ഷൻ. ജനറലി മാക്സിമം 100 കൊല്ലം. ആ പ്രൊപ്പറേറ്റർഷിപ്പ് ഹരിബോൾ ആരെയാണ് Okay. So Ishavasim idam sarvam, and therefore he does not falsely claim proprietorship over anything. This transcendental knowledge is based on self. So ഈ ജ്ഞാനം, ഈ അറിവാണ് നമ്മളുടെ ഈശ്വര സാക്ഷാത്കാരത്തിന് ബേസ് ചെയ്തിട്ടുള്ള അറിവ്. മറ്റേ അറിവുകൾ എന്തല്ല, നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിയെ ആസ്പദമാക്കിയിട്ടുള്ള അറിവുകളാണ്. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടി ശ്രമിക്കണം? ഇന്ദ്രിയ തൃപ്തിക്ക് ശ്രമിക്കണോ അതോ ഈശ്വര സാക്ഷാത്കാരത്തിന് ശ്രമിക്കണോ? എന്ത് ചെയ്യണം? ഈശ്വര സാക്ഷാത്കാരം. കാരണം നമ്മളുടെ ഈ ശരീരം, നമ്മളുടെ ഈ മനുഷ്യ ശരീരം തന്നിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. കാരണം ഇന്ദ്രിയ തൃപ്തി നമ്മൾ ഒരുപാട് തവണ, ഒരുപാട് ജന്മത്തില് പല യോനികളിലും കൂടി സഞ്ചരിച്ച് അതിലൊക്കെ നമ്മള് അനുഭവിച്ചു വന്ന ആൾക്കാരാണ്. ഓക്കെ, നമ്മൾ പല യോനികളിൽ കൂടി മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ജന്മം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം അവസാനം കിട്ടിയിരിക്കുന്ന ദുർലഭമായിട്ടുള്ള ഈ മനുഷ്യന്റെ ശരീരം വീണ്ടും ഇന്ദ്രിയ തൃപ്തിക്ക് ഉപയോഗിച്ചാൽ പിന്നെ നമുക്ക് ഈ ഒരു ചാൻസ് എത്ര ജന്മത്തിന് ശേഷം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. വളരെ വിരളമായിട്ട് കിട്ടുന്ന ഒരു ജന്മമാണ് ഈ മനുഷ്യജന്മം, വളരെ വിരളം. നമ്മുടെ ശാസ്ത്രത്തിൽ പ്രഹ്ലാദ് മഹാരാജും എല്ലാം പറയുന്നുണ്ട്. ഉദ്ധവ ഗീതയിലെ ഉദ്ധവനോട് ഭഗവാൻ കൃഷ്ണനും പറയുന്നുണ്ട്, പ്രഹ്ലാദ് മഹാരാജ് പറയുന്നുണ്ട്, ദുർലഭം മനുഷ്യം ജന്മം, വളരെ ദുർലഭമാണ്. അപ്പൊ അങ്ങനെ ദുർലഭമായിട്ട് കിട്ടുന്ന ഈ മനുഷ്യ ജന്മം നമ്മൾ പാഴാക്കാൻ പാടില്ല. നമ്മളുടെ വീണ്ടും ഒരു ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട്. കാരണം ഇന്ദ്രിയ തൃപ്തി നമ്മളെ പല
ജന്മത്തിലും പല പല യോനികളിലും പല പല സമയത്തും നമ്മൾ അത് ചെയ്ത് ജീവിച്ചു വന്ന ആൾക്കാരാണ്. വീണ്ടും നമ്മൾ ആ തെറ്റ് ആവർത്തിക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് വീണ്ടും ജനിക്കേണ്ടി വരും. പുനരപി ജനനം പുനരപി മരണം, ആദി ശങ്കരാചാര്യ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഈ ജന്മത്തിലെങ്കിലും നമ്മൾ ഭഗവാന്റെ ഭക്തി ചെയ്ത് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കണം എന്ന് പറയുന്നത്. So namely, knowing perfectly well that every living entity is an eternal part and parcel of Krishna in spiritual identity. ഏത് ശ്ലോകമാണ് ഇവിടെ ഉദ്ദേശിച്ചത്? Every living entity is an eternal part and parcel of Krishna in spiritual identity. ഏതാണ് ശ്ലോകം? ഭഗവത്ഗീതയിലെ ശ്ലോകം. ഏത് ശ്ലോകാണ്? ഞാൻ വീണ്ടും പറയാം, എവറി ലിവിങ് എൻറ്റിറ്റി ഈസ് എൻ എറ്റേണൽ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് കൃഷ്ണ ഇൻ സ്പിരിച്വൽ ഐഡന്റിറ്റി. ഇത് നിങ്ങളെ കൊണ്ട് പറയിക്കണം, പറയിപ്പിക്കണം. ഈശാവാസ്യമിദം സർവം അല്ലേ പ്രഭുജി? ഈശാവാസ്യമിദം സർവം എന്നുള്ള അല്ല അല്ല, അത് എല്ലാ ജീവാത്മാക്കളും എന്റെ പാർട്ട് ആൻഡ് പാർസലാണ്, എന്റെ അംശമാകുന്നു. അതൊക്കെ എത്രയോ പ്രാവശ്യം എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ശ്ലോകമാണ്. പറയൂ. അതന്നെ മമൈ വാംശോ ജീവലോകേ ജീവഭൂത സനാതന മനഃസ്ഥാനി ഇന്ദ്രിയാണി പ്രകൃതി സ്ഥാനി കർഷതി. മമൈ വാംശോ ജീവലോകേ ജീവഭൂത അംശമാണ്. മമൈ വാംശോ ഭഗവാന്റെ അംശങ്ങളാണ് നമ്മള് ജഡവസ്തു അല്ല, ഈ കാണുന്നതല്ല. നമ്മൾ ഈ പുറത്തുള്ള അപ്പിയറൻസ് ഇല്ലേ, അത് വെറും വസ്ത്രം മാത്രമാണ്, ഉടുപ്പ് മാത്രമാണ് നമ്മുടെ, അല്ലേ? നമ്മുടെ ഉടുപ്പല്ലേ ഇത്. ഇപ്പൊ ഞാൻ ഈ ഷർട്ട് ധരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു വസ്ത്രമാണ്. അതേപോലെ ആത്മാവിന്റെ വസ്ത്രമാണ് ഈ ശരീരം. പക്ഷെ ഞാൻ ആരാണ്? ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആത്മാവാണ് ശരിക്കുള്ള പേഴ്സൺ, അല്ലേ? പക്ഷെ അത് നമ്മൾ കാണുന്നില്ല, അതുകൊണ്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനോട് പറയുന്നത്, മമൈ വാംശോ ജീവലോകേ ജീവഭൂത സനാതന. സനാതന എന്ന് പറഞ്ഞാൽ എന്താണ്? സനാതന എന്നുള്ള എപ്പോഴും ഒരു കോൺട്രവേഴ്സ്യൽ വേർഡാണ്, നെയിമാണ് നമ്മുടെ ഇതിലിപ്പോ ഇന്നത്തെ കാലത്ത്. സനാതനം എന്താണ്? സനാതനം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നാശമില്ലാത്തത്. ഓക്കെ, നാശമില്ലാത്ത. പിന്നെ എപ്പോഴും നിൽക്കുന്ന, നാശമില്ലാത്തതിന്റെ എറ്റേണൽ, പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. ഓക്കെ, അത് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഉണ്ടായിരുന്നു, ഉണ്ട്, ഇനി ഉണ്ടാവും, ഒരിക്കലും നശിക്കാത്ത, മാതാജി പറഞ്ഞ പോലെ. അതാണ് സനാതന. ഓക്കെ, അപ്പോ നമ്മളും ഭഗവാന്റെ എറ്റേണൽ പാർട്ട് ആൻഡ് പാർസലാണ്. Knowing perfectly well that every living entity is an eternal part and parcel of Krishna in spiritual identity. അപ്പൊ ഈ കാണുന്ന ശരീരമല്ല നമ്മള്, അതിന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആത്മാവാണ് എറ്റേണൽ സ്പിരിച്വൽ ഐഡന്റിറ്റി. നമ്മള് സ്പിരിറ്റ് ആണ്, നമ്മൾ മാറ്റർ അല്ല. നമ്മൾ ജഡമല്ല, നമ്മൾ ആത്മാവാണ്, ആത്മീയം, അത് സച്ചിദാനന്ദമാണ്. And that eternal position of the living entity is therefore never on the level of Krishna or greater than him. ഒരിക്കലും ആ ഒരു പൊസിഷൻ, നമ്മളുടെ ആ എറ്റേണാലിറ്റി, ആ സനാതന എന്നുള്ള ആ ഒരു പൊസിഷൻ ഒരിക്കലും ഭഗവാന്റെ തുല്യത്തിലല്ല നമ്മൾ. കാരണം നമ്മൾ ഭഗവാനല്ല, ഭഗവാന്റെ അംശമാണെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. മമൈ വാംശോ ജീവലോകേ ജീവഭൂത സനാതന. അപ്പൊ നമ്മൾ ഒരിക്കലും ഭഗവാന് തുല്യമല്ല, ഭഗവാന് മുകളിലുമല്ല. അതിനാണ് പറയുന്നത് അസമൂർധ്വ. അസമ ഊർധ്വ, സമമല്ല, ഊർധ്വ പറഞ്ഞാൽ മുകളിലുമല്ല.
So we are never on the level of Krishna or greater than him. This understanding of Krishna consciousness is the basic principle of real peace. അപ്പൊ ഇത് ആരാണോ അതിന്റെ തത്വത്തിൽ മനസ്സിലാക്കുന്നത് അവർക്ക് മാത്രമാണ് ശരിക്കുള്ള ശാന്തി സമാധാനം കിട്ടൂ എന്നാണ് പറയുന്നത്. ഇനി ഒരു ശ്ലോകം കൂടിയേ ഉള്ളൂ, അതും കൂടി എടുത്ത് നമുക്ക് ഇന്നത്തെ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഈ ചാപ്റ്റർ 72ാമത്തെ ശ്ലോകമാണ്, അവസാനത്തെ ശ്ലോകം. അതെടുത്ത് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിക്കാം. ഓക്കെ, 72. ഏഷ ഭ്രാമി സ്ഥിതി പാർത്ഥ നൈനം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യം അന്ധകാലേപി ബ്രഹ്മനിർവാണം ഋക്ഷതി. ഏഷാ ഭ്രാമി സ്ഥിതി പാർത്ഥ നൈനം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യം അന്ധകാലേപി ബ്രഹ്മനിർവാണം ഋക്ഷതി. ആരെങ്കിലും വായിക്കും? ഏഷാ ബ്രാഹ്മീ സ്ഥിതി പ്രാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാ സ്യാമന്ധകാലേപി ബ്രഹ്മനിർവാണമുച്യതി. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ ആരെങ്കിലും വായിക്കും? ഹരേ കൃഷ്ണ. ഏതൊന്നിലെത്തിയാൽ മനുഷ്യന് വിഭ്രാന്തി ഒഴിയുന്നുവോ ആ ആത്മീയവും ദൈവികവുമായ പദമാണിത്. ഇവിടെ നിലയുറപ്പിച്ച് മരണവേളയിലും അതേ സ്ഥിതി തുടരുന്നവൻ ഭഗവത് ധാമത്തിലെത്തും. Very good. So that is the way of spiritual and godly life, after attaining which a man is not bewildered. If one is thus situated, even at the hour of death, one can enter into the kingdom of God. ഭഗവാൻ അർജുനന് അഷ്വറൻസ് കൊടുക്കാണ്, ഉറപ്പ് കൊടുക്കാണ്, ഗ്യാരണ്ടി. എന്താണ് ഗ്യാരണ്ടി? ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം, അതായത് ഫാൾസിഗോ ഇല്ലാണ്ട് ഭഗവാന്റെ അംശമാണെന്ന്, സനാതനമാണെന്ന് വിശ്വസിച്ച് നമ്മളുടെ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങളെല്ലാം വെടിഞ്ഞ് ഭഗവാനെ നിത്യസേവനായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? നമ്മൾ ഒരു ഗോഡ്ലി ആൻഡ് സ്പിരിച്വൽ ലൈഫ് നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ അതിന്റെ എന്താണ് എഫക്റ്റ്? ആഫ്റ്റർ അറ്റൈനിങ് വിച്ച് എ മാൻ ഈസ് നോട്ട് ബിൽഡ്. അപ്പൊ നമുക്ക് യാതൊരു ഭ്രമവും ഉണ്ടാവില്ല, ഒരു ഇല്യൂഷനും ഉണ്ടാവില്ല. ഇപ്പൊ എന്താണ് നമ്മുടെ ഇല്യൂഷൻ? ഈ കാണുന്നതെല്ലാം എന്റെയാണ്, ഈ ഇതെല്ലാം എനിക്ക് അനുഭവിക്കാനുള്ളതാണ്. ആ ഒരു ഇല്യൂഷൻ, ഞാൻ എന്റേതെന്നുള്ള ഒരു ഇത്, ഐ മീ ആൻഡ് മൈൻ. പൊതുവെ എല്ലാവർക്കും ഇതിലിപ്പോ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മളുടെ ചെയ്ത കർമ്മഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാം ഇപ്പോൾ ജീവിക്കുന്നത്. പക്ഷെ അത് ഈ തത്വം മനസ്സിലാക്കിയിട്ട് ഇനി മുതൽക്കെങ്കിലും ഇങ്ങനെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഭഗവാൻ ഇപ്പൊ പറഞ്ഞ പ്രകാരം, അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റം സംഭവിക്കും. ആ ഇല്യൂഷന്, ആ ഭ്രമത്തിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കും. അതാണ് എ മാൻ ഈസ് നോട്ട് ബിവിൽഡേഡ് എന്ന് പറയുന്നത്. ഇഫ് വൺ ഈസ് ദസ് സിറ്റുവേറ്റഡ് ഈവൻ അറ്റ് ദ അവർ ഓഫ് ഡെത്ത്, വൺ ക്യാൻ എൻ്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ഈവൻ ലാസ്റ്റ് മൊമെന്റിൽ നമുക്ക് ആ ഒരു പരിവർത്തനം സംഭവിച്ച്, ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച് നമ്മളൊരു ഭക്തനായിട്ട് തീർന്നാൽ നമുക്ക് ഭഗവത്ധാമിൽ പോകാൻ പറ്റും ലാസ്റ്റ് മൊമെന്റിൽ. പക്ഷെ ആ ലാസ്റ്റ് മൊമെന്റിൽ സംഭവിക്കണമെന്ന് എന്ത് ചെയ്യണം? ഇപ്പൊ ലാസ്റ്റ് മൊമെന്റിൽ ഇപ്പൊ നമ്മൾ ഒരു ഒളിമ്പിക് ഓട്ട മത്സരത്തിന് പങ്കെടുക്കുന്ന ഒരാള് ലാസ്റ്റ് ഡേ പ്രാക്ടീസ് കാര്യം നടക്കും. എവറി 4 years ആണ് ഇത് ഒളിമ്പിക് നടക്കുന്നത്. അപ്പൊ ഈ 4 കൊല്ലം വളരെ വിഗറസ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആ ഫൈനൽ ഡേയിലെ കോമ്പറ്റീഷൻ സമയത്ത് അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും അല്ലെ? അതേപോലെ നമ്മൾ ഈ ഹോൾ ലൈഫ് ഇതിന് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ നാമം ചൊല്ലിയിട്ടും നമ്മളുടെ റെഗുലേഷൻ ലൈഫ് റെഗുലേറ്റ് ചെയ്തിട്ടും നമ്മൾ യമനിയമങ്ങൾ പാലിച്ചിട്ടും നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ആ അറ്റ് ദ അവർ ഓഫ് ഡെത്ത് നമ്മൾ ആരെയും സ്മരിക്കും? ഫുൾ ലൈഫ് പ്രാക്ടീസ് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. എങ്ങനെ ഒരു അത്ലറ്റ് 4 years വിഗറസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണു ഒരു 100 meter റണ്ണിങ് റേസിന് പങ്കെടുക്കുമ്പോൾ അതിന് ഗോൾഡ് മെഡൽ കിട്ടാൻ വേണ്ടിയിട്ട്, അതേപോലെ ദ ഹോൾ ലൈഫ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം കൃഷ്ണ കോൺഷ്യസ് ആക്ടിവിറ്റീസ്. എന്നാൽ മാത്രമേ ഈ പറഞ്ഞ് സംഭവിക്കുള്ളൂ. ഈ വൺ ഈസ് ദ സിറ്റുവേറ്റഡ് ഈവൻ അറ്റ് ദ അവർ ഓഫ് ഡെത്ത്, ആ മരിക്കുന്ന ആ സമയത്ത് നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ, സ്ഥിതി ചെയ്യുകയാണെങ്കിൽ ആ തലത്തില്
അപ്പൊ എന്താ ഭഗവാൻ പറയുന്നത്? അന്തകാലേച്ച മാം ഏവ സ്മരൻ മുക്ത്വാ കലൈവരം യത് പ്രയാതസി മദ്ഭാവം യാതി നാസ്യത്ര സംശയ. അന്തകാലേച്ച മാം, അതായത് നമ്മള് ദേഹം വെടിയുന്ന സമയത്ത്, നമ്മൾ മരിക്കുന്ന സമയത്ത് എന്നെ മാത്രം ഓർക്കുന്നവൻ, മാം ഏവ, വേറെ ആരെയല്ല. വളരെ സ്പെസിഫിക് ആയിട്ട് ഭഗവാൻ പറയുന്നത്. അർജുനോട് ഭഗവാൻ പറയുന്ന അന്തകാലേച്ച, അന്തകാലേച്ച നമുക്കറിയാം, അന്താന്ന് പറഞ്ഞാൽ അവസാനം, കാലം എന്ന് പറഞ്ഞാൽ സമയം. മാം ഏവ, എന്നെ മാത്രം, വേറെ വല്ലവരെയും സ്മരിച്ചാൽ പറ്റില്ല. സ്മരൻ മുക്ത്വ കലൈവരം, അപ്പൊ സ്മരൻ നമ്മൾ സ്മരിക്കുകയാണെങ്കിൽ, അപ്പൊ അങ്ങനെ ഒരാള് സ്മരിക്കുകയാണെങ്കിൽ യാതി നാസ്യ സമയാണ്, എന്റെ ആ ധാമിലേക്ക് അവൻ വരും എന്നാണ് പറയുന്നത്. അതിന് യാതൊരു സംശയമില്ല. യാതി നാസ്യ സംശയം. അന്തകാലേച്ച മാമേവ സ്മരൻ മുക്ത്വ കലൈവരം യത് പ്രയാതസി മത് ഭാവ, എന്റെ ഭാവം, അത് എന്റെ ബോർഡില്, എന്റെ ധാമിലേക്ക്, എന്റെ നേച്ചർ. അത് എന്താണ് എന്റെ നേച്ചർ? എന്റെ ഭാവം എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദമായിട്ടില്ല. ഇപ്പൊ നമ്മളുടെ ഭാവം എന്താണ്? ഈ ശരീരമാകുന്നു ഞാൻ. അതിൻ്റെ ഉള്ളിൽ സച്ചിദാനന്ദമായിട്ടുള്ള ആത്മാവിനെ നമ്മൾ മറക്കുന്നു. പക്ഷെ നമുക്ക് സച്ചിദാനന്ദമായിട്ടുള്ള ആ സ്വരൂപം പിന്നെ കിട്ടും. പിന്നെ ഒരു മെറ്റീരിയൽ കവറിങ് നമുക്ക് കിട്ടില്ല. അപ്പൊ ഭഗവാനെ നമ്മൾ ദേഹം വെടിയുന്ന സമയത്ത് ഭഗവാനെ സ്മരിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ ധാമിലേക്ക്, സച്ചിദാനന്ദമായിട്ടുള്ള ശരീരത്തോട് നമുക്ക് പോകാൻ പറ്റും. അതാണ് ഈവൺ ഇഫ് വൺ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ദ അവർ ഓഫ് ഡെത്ത്, ഓക്കെ, ആ സ്പിരിച്വൽ ലൈഫില് വൺ ക്യാൻ എൻ്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ഭഗവാന്റെ ധാമിലേക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്? വേറെ അമ്മയുടെ ഉദരത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. വേറൊരു സ്ഥൂല ശരീരം നമുക്ക് കിട്ടും എന്നർത്ഥം. വീണ്ടും ഒരു പുതിയ ഉടുപ്പ് കിട്ടും. ചിലപ്പോൾ അത് മൃഗങ്ങളുടെ ആയിരിക്കും, അല്ലെങ്കിൽ പക്ഷികളുടെ ആയിരിക്കും, അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ ആയിരിക്കും, അല്ലെങ്കിൽ ഇഴജന്തുക്കളുടെ ആയിരിക്കും. ഇപ്പൊ നമുക്ക് ഭാഗ്യത്തിന് മനുഷ്യന്റെ ശരീരമുണ്ട്, അല്ലേ? അപ്പൊ നമ്മൾ അത് ശരിക്കും ഈ പറഞ്ഞ പ്രകാരം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ, ജീവിച്ചില്ലെങ്കിൽ നമുക്ക് വേറൊരു കുപ്പായം തരും. ഇപ്പൊ തന്നിരിക്കുന്ന കുപ്പായത്തിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു കുപ്പായമായിരിക്കും. ആ കുപ്പായം ഞാൻ പറഞ്ഞ പോലെ ഉള്ള ഇതായിരിക്കും. അപ്പൊ വീണ്ടും ഒരു അമ്മയുടെ ഉദരത്തിൽ ജനിക്കാൻ ഇനി അവസരം കൊടുക്കരുത് നമ്മള്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഇത് അവസാനത്തെ ജന്മമാവണം. ഇനി ഉള്ള ജന്മം എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള ശരീരത്തോടെ ഭഗവാന്റെ ധാമിലേക്ക് പോകാനുള്ള ശരീരം കിട്ടണം എന്നാണ് ഇവിടെ പറയുന്നത്. So one can attain Krishna consciousness or divine life at once, within a second, or one may not attain such a state of life even after millions of. But even within second നമുക്ക് അത് കിട്ടാൻ പറ്റും, പ്രൊവൈഡഡ് നമ്മള് പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാന്റെ സേവനം മാത്രം മനുഷ്യ, ബാക്കിയെല്ലാം നമ്മൾ ത്യജിച്ച് അവസാനത്തെ മൊമെന്റ്. അത് പറ്റില്ലെങ്കിൽ നമ്മൾ ജീവിതകാലം അത് പറ്റില്ല തീർച്ചയായിട്ടും. അത്രയും ഉയർന്ന നിലയിലുള്ള ആൾക്കാർക്ക് പറ്റും. നമ്മൾ ഫുൾ ലൈഫ് പ്രിപ്പയർ ചെയ്താലേ നമുക്ക് ആ സമയത്ത് ഭഗവാനെ സ്മരിക്കാൻ പറ്റും. പക്ഷെ ഈവൺ ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്, ശരിയാണ്. പക്ഷെ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ, ഒരാളോട് പറയാണ് ഒരു ചീത്ത സ്വഭാവം, ഒരാള് ചെയിൻ സ്മോക്കറാണ്, അയാളോട് പറയാ ഈ സിഗരറ്റ് വലിക്കുന്നത് വളരെ ഹാനികരമാണ്, ക്യാൻസറും മറ്റുള്ള മഹാരോഗങ്ങളൊക്കെ വന്നുവിടും, അതുകൊണ്ട് നിർത്താൻ പറഞ്ഞാൽ എത്ര ആൾക്കാർ കേൾക്കും? എത്ര ആൾക്കാർ കേൾക്കും? ആരും കേൾക്കില്ലേ. നന്നായിട്ട് അറിയാം, അവർക്ക് നന്നായിട്ട് അറിയാം ഈ ഹെൽത്ത് പ്രോബ്ലം കാര്യങ്ങളൊക്കെ. അത്രയും അഡിക്ഷൻ ആയിപ്പോയി. അപ്പൊ അത്രയും ഒരു ചെറിയ കാര്യം ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് എങ്ങനെ അവസാന മൊമെന്റിൽ ഇതെല്ലാം വിട്ടിട്ട് ഭഗവാനെ മാത്രം ഓർക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളെ കൊണ്ടവർക്ക് റെഗുലേറ്റഡ് ആയിട്ട് ജീവിച്ച് പതുക്കെ പതുക്കെ നമ്മൾ പ്രോഗ്രസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫുള്ളി കൃഷ്ണ കോൺഷ്യസിലേക്ക് വരണം. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് നടക്കില്ല. ഒരു പരീക്ഷയ്ക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ IIT എൻട്രൻസ് ഒക്കെ ഇരിക്കുന്ന കുട്ടികളെ എത്രയോ വളരെ വിഗറസ് ആയിട്ട് 1-2 കൊല്ലം അത്രയും രാത്രി ഒക്കെ ഉറക്കൊഴിച്ച് 1-2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ അവർ ഒരു ദിവസത്തിൽ ഉറങ്ങുന്നുള്ളൂ. ബാക്കിയെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരു എൻട്രൻസ് ഒരു പരീക്ഷ പാസ്സാകുന്നു. അപ്പൊ ഈ ഭഗവാന്റെ ഈ പരീക്ഷയിൽ പാസ്സാവണമെങ്കിൽ നമ്മൾ എത്ര വിഗറസ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, അല്ലേ? അപ്പോ ഇറ്റ് ഈസ് ഓൺലി എ മാറ്റർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അക്സെപ്റ്റിംഗ് ദ ഫാക്ട്. Katwanga Maharaj attained the state of life just a few minutes before his death by surrendering unto Krishna. ഒരു
ഖട്വാങ്ക മഹാരാജ് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ദേവി ദേവതന്മാര്, അതായത് ദേവാസുര യുദ്ധത്തിന്റെ ദേവന്മാരുടെ സൈഡിൽ നിന്നിട്ട് അവരെ സഹായിക്കുകയായിരുന്നു. ഒരുപാട് കാലം യുദ്ധം ചെയ്തു, അവര് ജയിച്ചു. അപ്പൊ ദേവന്മാര് ചോദിച്ചു ഖട്വാങ്ക മഹാരാജാവിനോട്, എന്താണ് വരം വേണ്ടത്? ഓക്കെ, ഞങ്ങളെ സഹായിച്ചു ഈ അസുരന്മാരെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട്, എന്ത് വരം ചോദിച്ചാലും ഞങ്ങൾ തരാൻ തയ്യാറാണെന്ന് ദേവന്മാര് പറഞ്ഞു. അപ്പൊ ഖട്വാങ്ക മഹാരാജ് പറഞ്ഞു, എനിക്കൊരു വരം വേണ്ട, എനിക്കൊരു കാര്യം പറഞ്ഞാൽ മതി. എനിക്ക് ഇനി ലൈഫില് എത്ര സമയം ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു തന്നാൽ മതി. അപ്പൊ അവർക്ക് അതിനുള്ള കഴിവുണ്ട് ദേവന്മാർക്ക്. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു മുഹൂർത്തം മാത്രമേ ബാക്കിയുള്ളൂ, ഒരു മുഹൂർത്തം മാത്രമേ ബാക്കിയുള്ളൂ ഈ ജന്മം. അപ്പൊ മനസ്സിലായി, എന്റെ സമയം കഴിയാറായി, ഇനിയെങ്കിലും ഞാൻ കൃഷ്ണ കോൺഷ്യസ് ആയിട്ടില്ലെങ്കിൽ എനിക്ക് വീണ്ടും ജനിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് വളരെ 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 ഒരു ഇന്റൻസ് ഡിവോഷണൽ സർവീസ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു മുഹൂർത്തത്തില് ഭഗവാന്റെ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ച് അദ്ദേഹം ഡിവോഷണൽ സർവീസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് എന്തായി? അദ്ദേഹത്തിന് നിർവ്വാണം കിട്ടി എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ പറയുന്നത്, ഖട്വാങ്ക മഹാരാജ് അറ്റൈൻ ദി സ്റ്റേറ്റ് ഓഫ് ലൈഫ് ജസ്റ്റ് എ ഫ്യൂ മിനിറ്റ്സ് ബിഫോർ ഡെത്ത്. ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ 48 മിനിറ്റ്സ് ആണ്. ആ ഒരു മുഹൂർത്തം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് വളരെ വളരെ ഇന്റൻസിറ്റിയോട് കൂടിയിട്ട് അദ്ദേഹം ഭഗവാനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ടോട്ടലി ബാക്കി എല്ലാം മറന്നിട്ട്. സോ ബൈ സറണ്ടറിങ് അങ്ങനെയല്ലേ പ്രഭു അജാമിളന്റെ നാരായണ അജാമിളയുടെ കാര്യം മാറിയാണ്. അജാമിള നല്ലൊരു ബ്രാഹ്മണനായിരുന്നു, പക്ഷെ അദ്ദേഹം തന്റെ മകനെയാണ് വിളിച്ചത്. എങ്കിലും ആ അവസാന സമയത്ത് ഭഗവാന്റെ നാമം മകന്റെ ത്രൂ വിളിച്ചത് പറഞ്ഞ് സെക്കൻഡ് ചാൻസ് കിട്ടി. നിർവാണ മീൻസ് എൻഡിങ് ദ പ്രോസസ് ഓഫ് മെറ്റീരിയലിസ്റ്റിക് ലൈഫ്. നിർവാണ മീൻസ് എന്താണ്? നമ്മളുടെ ഭൗതിക ജീവിതം ഫിനിഷ് ചെയ്യാം. According to Buddhist philosophy, there is only void after the completion of the material life. But Bhagavad Gita teaches differently. Buddhist philosophy എന്താണ് പഠിപ്പിക്കുന്നത്? ഈ ജീവിതത്തിന് ശേഷം ഒന്നുമില്ല, എല്ലാം ശൂന്യമാണ്. പക്ഷെ നമ്മളെ ഭഗവത്ഗീത പഠിപ്പിക്കുന്നതാണ്, ഈ ജീവിതം കഴിഞ്ഞാൽ വേറൊരു ലൈഫ് ഉണ്ട് നമുക്ക്. ഒന്നുകിൽ ഭൗതികം അല്ലെങ്കിൽ ആധ്യാത്മികം, എന്തായാലും തീർച്ചയായും ലൈഫ് ഉണ്ട്. സോ ആക്ച്വൽ ലൈഫ് ബിഗിൻസ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ മെറ്റീരിയൽ ലൈഫ്. ശരിക്കുള്ള നമ്മുടെ ജീവിതം തുടങ്ങുന്നത് ഈ ഭൗതിക ജീവിതം കഴിഞ്ഞാൽ മാത്രമാണ്. അതാണ് ആധ്യാത്മിക ജീവിതമാണ് നമ്മളുടെ ശരിക്കുള്ള ലൈഫ്. ഫോർ ദ ഗ്രോസ് മെറ്റീരിയലിസ്റ്റ് ഇറ്റ് ഈസ് സഫിഷ്യന്റ് ടു നോ ദാറ്റ് വൺ ഹാസ് ടു എൻഡ് ദിസ് മെറ്റീരിയൽ വേ ഓഫ് ലൈഫ്, materialistic way of life. But for persons who are spiritually advanced, there is another life after this materialistic life. Before ending this life, if one fortunately becomes Krishna conscious, he at once attains a stage of Brahma Nirvana. അപ്പോ ആരാണോ ഭാഗ്യവന്മാര് ഈ ജീവിതത്തിൽ തന്നെ, ഈ ജന്മത്തിന്റെ അവസാനത്തിൽ തന്നെ ഭഗവാന്റെ ഭഗവത് ധാമിലേക്ക് പോകാൻ ഭാഗ്യം കിട്ടിയ ആൾക്കാർ ആരാണ്? അവർ ടോട്ടലി ഈ ഭൗതിക ജീവിതമെല്ലാം ത്യജിച്ച് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് അവർ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. അതാണ് ബ്രഹ്മനിർവാണം. There is no difference between the kingdom of God and the devoted service of the Lord. എന്താണ് പ്രഭുപാദ പർപ്പോട്ടിൽ പറയുന്നത്, ഭാവാർത്ഥത്തിൽ പറയുന്നത്? ഭഗവാന്റെ ധാമും ഭഗവാന്റെ സർവീസും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നാണ് പറയുന്നത്. സിൻസ് ബോത്ത് ഓഫ് ദം ആർ ഓൺ ദ അബ്സല്യൂട്ട് പ്ലെയിൻ. ആ അബ്സല്യൂട്ട് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ പരമസത്യം, ആ ഒരു തലത്തിലാണത്. രണ്ടും ഡിവോഷൻ സർവീസും ഭഗവാന്റെ ധാമും. To be engaged in the trans-loving service of the Lord is to have attained the spiritual kingdom. In the material world, there are activities of sense gratification, whereas in the spiritual world, there are activities of Krishna consciousness. അപ്പൊ ഭൗതിക ലോകത്തില് നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ കണ്ടുവരുന്നത്, അതാണ് നമ്മൾ ചെയ്തു വരുന്നത്. പക്ഷെ ഭഗവാന്റെ ധാമില് എന്താണ്? കൃഷ്ണ കോൺഷ്യസ് ആക്ടിവിറ്റീസ്. ഭഗവാൻ കൃഷ്ണനെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലുള്ള ആ സേവനങ്ങളാണ്. ആ സേവനത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമ്മളും തൃപ്തിപ്പെടും. Attainment of Krishna consciousness, even during this life, is immediate attainment of Brahman, and one who is situated in Krishna consciousness has certainly already entered into the kingdom of God. Brahman is just the opposite of matter. അതായത് ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സച്ചിദാനന്ദം. ഓക്കെ, മാറ്റർ ജഡം, രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഒന്ന് ജഡം എന്ന് പറഞ്ഞാൽ ഡൾ മാറ്റർ, ജഡഭരത. ഭരതൻ ജഡമായിട്ട്, അതായത് ഒന്നിനും ഒരു റിയാക്ഷൻ ഇല്ലാണ്ട്
ഒരു കല്ലിനെ പോലെ ജീവിച്ച ആളാണ്, ഒന്നിനും റിയാക്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് ജഡഭരത എന്ന് പറയുന്നത്. ഇവിടെ അതായത് ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദ. എന്താണ് സച്ചിദാനന്ദ? എറ്റേണിറ്റി, ഫുൾ ഓഫ് നോളജ്, ഫുൾ ഓഫ് ബ്ലിസ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് മാറ്റർ, ജഡ. എന്താണ് ജഡം? എന്തൊക്കെയാണ് ജഡം? എന്തെല്ലാം എലിമെന്റ്സ് ആണ് ജഡം? കല്ല് അതൊക്കെയാണോ പ്രഭു? അതിന്റെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയണം. Without any feelings, knowledge. ആണോ പ്രഭുജി? എല്ലാം ഭഗവത്ഗീത വായിക്കുന്നില്ല, അപ്പൊ അതാണ് മനസ്സിലാക്കുന്നത് ഞാൻ. പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയ അതാണ് പഞ്ചഭൂതാണ് ജഡം. ഓക്കെ, എന്താണ് പഞ്ചഭൂതം? വായു കം, ഭൂമി റാപ്പോ അനലോ വായു കം. ഇതെല്ലാം ജഡമാണ്, മെറ്റീരിയലാണ്. അപ്പൊ ഈ ടേം അറിയാം, നിങ്ങൾക്ക് കാര്യം അറിയാം, പക്ഷെ ആ വേർഡ് വന്നപ്പോ നിങ്ങൾക്ക് കൺഫ്യൂഷനായി. ഓക്കെ, ഇപ്പൊ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ സ്പിരിറ്റ് ആത്മാവ്, നമ്മളുടെ ദേഹം മുഴുവൻ ജഡമാണ്. ഈ സ്പിരിറ്റ് ഇല്ലെങ്കിൽ ഈ കൈയും കാലും പ്രവർത്തിക്കില്ല, തല പ്രവർത്തിക്കില്ല, ഒന്നും പ്രവർത്തിക്കില്ല, അല്ലെ? അത് ജഡമാണ്. അപ്പൊ ഈ സ്പിരിറ്റ് ആത്മാവ് ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇത് നമ്മളെല്ലാം ഫങ്ഷൻ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ജഡം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗ്രോസ് മാറ്റർ, കോൺഷ്യസ്നെസ് ഇല്ലാത്തത്. അപ്പൊ ബ്രഹ്മൻ ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് മാറ്റർ. Therefore, Brahmi Sthiti means not on the platform of material activities. Devotional service of the Lord is accepted in the Bhagavad Gita as the liberated stage. Sagunan Samidaitan Brahma Bhuyaya Kalpade. Therefore, Brahmi Sthiti is liberation from the material bondage. അത് നമ്മള് ഭൗതിക തലത്തിൽ നിന്ന് മുക്തി കിട്ടിയിട്ട്, മോക്ഷം കിട്ടിയിട്ട് അധ്യാത്മ ലോകത്തിൽ പോകുന്ന ആ ഒരു സ്ഥലത്തിനാണ്, ആ ഒരു പ്ലാറ്റ്ഫോമിനാണ് ബ്രാഹ്മി സ്ഥിതി എന്ന് പറയുന്നത്. Srila Bhaktivinoda Thakur has summarized this second chapter of Bhagavad Gita as being the contents of the whole text. അതുകൊണ്ടാണ് സമ്മറി ഓഫ് ഭഗവത് ഗീത എന്ന് പറയുന്നത് സെക്കൻഡ് ചാപ്റ്റർ. ഭക്തിവിനോദ് ഠാക്കൂർ പറഞ്ഞ് സമ്മറൈസ് ചെയ്തിരിക്കുന്ന ഈ രണ്ടാമത്തെ അധ്യായത്തിന് contents of the whole text. Okay? Whole text means Bhagavad Gita, full summary of Bhagavad Gita. So in the Bhagavad Gita, subject matters are Karma Yoga, Jnana Yoga, and Bhakti Yoga. Dana in brief. Okay. Bhagavad Gita പ്രധാനപ്പെട്ട 3 topics ആണ്. എന്താണ്? Karma Yoga, Jnana Yoga, and Bhakti Yoga. In the second chapter, Karma Yoga and Jnana Yoga have been clearly discussed. And a glimpse of Bhakti Yoga has also been given as the contents for the complete text. So thus end the Bhaktivedanta purports to the second chapter of Srimad Bhagavad Gita in the matter of its contents. അങ്ങനെ ഈ രണ്ടാമത്തെ അധ്യായം ഭഗവത്ഗീതയുടെ ഇവിടെ അവസാനിക്കുന്നു. ശ്രീ പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്. ഗോ പ്രേമാനന്ദേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച पतितानां पावनेभ्यो वैष्णवेभ्यो नमः. अनंत कोटि वैष्णव की जय. श्री प्रभुपाद की जय. गुरु महाराज की जय. Okay, so അടുത്ത ക്ലാസ്സിൽ ചാപ്റ്റർ 3 2 അധ്യായം കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ 3ാമത്തെ അധ്യായം. എന്തെങ്കിലും ചോദ്യങ്ങളോ എന്തെങ്കിലും കമന്റ്സ് ഉണ്ടോ?